ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന വേനൽ ചൂടിൽ നിന്നും നമ്മുടെ ശരീരത്തെ എങ്ങനെ സംരക്ഷിക്കാം? വേനൽക്കാലം പൊതുവെ ശരീരബലം കുറയുന്ന ഒരു കാലമാണ്. ഈ കാലത്ത് ശരീരബലം കുറയ്ക്കുന്നതായിട്ടുള്ള ആഹാര വിഹാരങ്ങൾ ഒഴിവാക്കുക. അതായത് അമിതമായി ഉഷ്ണഗുണമുള്ളതും എരിവ്, പുളി, ഉപ്പ് ഇവ അധികമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളും അതികഠിനമായ വ്യായാമം, ആയാസകരമായ മറ്റ് വിഹാരങ്ങൾ ഇവ ഒഴിവാക്കുക. പകൽ 11 മണിക്കും 3 മണിക്കും ഇടയിലുള്ള വെയിൽ കൊള്ളാതെ സംരക്ഷിക്കണം. കൂടാതെ ഇറുകിയ വസ്ത്രങ്ങൾ ഒഴിവാക്കുക. കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കാൻ ശ്രദ്ധിക്കുക. ധാരാളം വെള്ളം കുടിക്കുക. തിളപ്പിച്ചേറിയ വെള്ളം മൺകുടങ്ങളിൽ നിറച്ച് രാമച്ചമിട്ട് വെച്ച് കുടിക്കുന്നത് ശരീരത്തിലെ ചൂട് കുറച്ച് തണുപ്പ് പ്രദാനം ചെയ്യുന്നതിന് വളരെ നല്ലതാണ്. പഴങ്ങളും പഴച്ചാറുകളും, തൈരിൽ പഞ്ചസാര ചേർത്ത് തണുപ്പിച്ചത്, മോരിൻ വെള്ളം, ഉപ്പിട്ട കഞ്ഞിവെള്ളം ഇവയെല്ലാം ധാരാളമായി ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളും ശരീരത്തിലെ വിയർപ്പും ചേർന്നിട്ട് ശരീരത്തിൽ ത്വക്ക് രോഗങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. സാധാരണയായി വേനൽക്കാലത്ത് കണ്ടുവരുന്ന ചൂടുകുരു അഥവാ പ്രിക്ലി ഹീറ്റ് എല്ലാവരെയും അലട്ടുന്ന ഈ പ്രശ്നങ്ങൾക്ക് നാൽപ്പാമര കഷായം, അതായത് അത്തി, ഇത്തി, അരയാൽ, പേരാൽ എന്നീ വൃക്ഷങ്ങളുടെ തൊലി ഇട്ട് വെള്ളം തിളപ്പിച്ചിടുക. അത് തണുത്തതിന് ശേഷം യാത്രയും മറ്റും കഴിഞ്ഞ് വരുമ്പോൾ ശരീരത്തിലെ വിയർപ്പ് തുടച്ചതിന് ശേഷം ഈ വെള്ളം കൊണ്ട് കഴുകുന്നത് വളരെ ഉത്തമമാണ്. നാൽപ്പാമരം ആന്റിസെപ്റ്റിക്, ആന്റി ഫംഗൽ, ആന്റി ബാക്ടീരിയൽ, ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ ഉള്ള ഔഷധമാണ്. ശരീരത്തിൽ ഉണ്ടാകുന്ന ചൊറിച്ചിൽ, കുരുക്കൾ, ദുർഗന്ധം ഇവ മാറുന്നതിന് വളരെ ഉത്തമമാണ്. കടുക്ക, നെല്ലിക്ക, താന്നിക്ക എന്നിവയുടെ ഫലങ്ങൾ പൊടിച്ചുണ്ടാക്കുന്ന ത്രിഫല ചൂർണം ഇട്ട് വെള്ളം തിളപ്പിച്ച് അതും ശരീരം കഴുകുന്നതിന് ഉപയോഗിക്കാം. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എണ്ണ തേച്ച് കുളിക്കുന്നതും വളരെ നല്ലതാണ്. അതിനായി നാൽപ്പാമരാതി കേരം, ഏലാതി കേരം, പിണ്ടതൈലം ഇവയിലേതെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്.